ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 1200 ആണ്ട് മീനമാസം 15-ാം തീയതി രാത്രി അർദ്ധരാത്രി 12:30 ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്നത്. ഈ രാശിമാറ്റത്തിൽ ഉദയത്തിന് ശേഷം, അതായത് മീനമാസം 15-ാം തീയതി ഉദയത്തിന് ശേഷം 45 നാഴിക, മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം 45 നാഴിക കഴിഞ്ഞതിന് ശേഷമാണ് ശനി മീനൻ രാശിയിലേക്ക് പ്രവർത്തിക്കുന്നത്. മകരൻ രാശിയിലും കുംഭൻ രാശിയിലും, മകരൻ രാശി സ്വക്ഷേത്രമായിരുന്നു, കുംഭൻ രാശി മൂലക്ഷേത്രമായിരുന്നു. ഇപ്പോൾ അതെല്ലാം വിട്ട് സ്വന്തം വീട്ടിൽ നിന്നും വിട്ട് ബന്ധു ക്ഷേത്രത്തിലേക്കാണ് പോകണമെന്നെങ്കിലും വളരെ ദുഃഖത്തോടു കൂടിയാണ് അവിടെ പോകുന്നത്. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ കറുത്തവാവ് കഴിഞ്ഞ്, അന്ന് കറുത്തവാവാണ്, കാലത്തോട് കറുത്തവാവാണ്. കറുത്തവാവ് കഴിഞ്ഞ് 1-ാം പാദത്തിലേക്ക് വരും. അത് പ്രഥമ ചരണം എന്ന് പറയും, പ്രഥമ പാദം എന്ന് പറയും, അല്ലെങ്കിൽ പ്രഥമ തിഥി എന്ന് പറയും. തിഥിയാണ് അതിൻ്റെ കണക്ക്. കറുത്തവാവ് കഴിഞ്ഞ് പ്രഥമ തിഥിയിലേക്ക് 1-ാം പാദത്തിൽ 1-ാം തീയതിയിലേക്ക് വരികയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കറുത്തവാവിൽ പെട്ടിട്ടില്ല, അത് കഴിഞ്ഞു എന്നുള്ള പറയുന്നത്. എന്നിരുന്നാലും കുംഭമാസം 11-ാം തീയതി തൊട്ടിട്ട് ഈ ശനിക്ക് മൗഢ്യം സംഭവിക്കുന്നുണ്ട്. അതായത് സൂര്യനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന സമയത്ത് മൗഢ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മീനം 16-ാം തീയതി വരെക്കുണ്ട്. മീനമാസം 15-ാം തീയതി ഈ രാശിമാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ വ്യത്യാസമുള്ളൂ, വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും വളരെ ദുഃഖത്തോടിട്ടാണ് പോകുന്നത്. അന്നേക്ക് ഉദയരാശി, അതായത് ആ സമയത്ത് ഉദിക്കുന്ന രാശി ധനു ലഗ്നമാണ്. ധനു ലഗ്നത്തിൻ്റെ അധിപൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്, അതും വ്യാഴമാണ്. ലഗ്നാധിപൻ ധനു ലഗ്നത്തിൻ്റെ മാത്രമല്ല മീനൻ രാശിയായ 4-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ് ശനി. 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനി ദൈവാനുഗ്രഹം ഇല്ലാത്തൊരു സമയത്താണ് ശനിയുടെ രാശിമാറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ 4-ാം ഭാവത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഗ്രഹയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, രാഹു എന്നിവയെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംക്രമം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ അതിലേക്കാണ് ശനി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രഹയുദ്ധം കഴിഞ്ഞ് സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും എല്ലാം പോവുകയാണെങ്കിൽ രാഹു കുറച്ച് കാലം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ട ഒരു സമയത്താണ് പോയിരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അത് വളരെ ജനങ്ങൾക്ക് വലിയ ഉപകാരമൊന്നുമില്ല. ജനങ്ങൾക്ക് ദുഃഖങ്ങളും അസുഖങ്ങളും മറ്റുള്ള സാധനമുണ്ട്. കാരണം സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അസുഖങ്ങളും കാര്യങ്ങളും മറ്റെല്ലാം ഒരുപാട് സ്ഥലത്ത് അലസ ദുഃഖ നിര്യാണ കാരക മന്നജ എന്നാണ് ശനിയെ പറ്റി പറയുന്നത്. ശനിയുടെ കാരകത്വം രോഗം, ദുഃഖം, അലസത, മരണകാരകനും കൂടിയാണ് എന്നൊക്കെ പറയുന്നത്. കടത്തിൻ്റെ കാരകനാണ്, മരണകാരകനാണ്, ദുഃഖത്തിൻ്റെ കാരകനാണ്, അലസതയുടെ കാരകനാണ്, എല്ലാത്തിനും കാരകനാണ്. അപ്പോൾ അങ്ങനെയുള്ള ശനിയാണ് രാശിമാറ്റത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ മിഥുനൻ രാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലം ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പൂർണ്ണതത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം കൂടി ചേരുന്ന മിഥുനക്കൂറുകാർക്കുള്ള ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മിഥുനക്കൂറുകാർക്ക് ഇതുവരെ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി 10-ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തേക്കാണ് മാറുന്നത്. കർമ്മസ്ഥാനം പറഞ്ഞാൽ അവനവൻ്റെ തൊഴിൽ സ്ഥാനമായിട്ടുള്ള സ്ഥാനത്തേക്കാണ് മാറുന്നത്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ മേഖലകളിലും പ്രശ്നങ്ങളുണ്ടാവും. അത് ഏത് തൊഴിലായിക്കോട്ടെ, ഏത് തൊഴിലാണെങ്കിൽ സ്വർണ്ണാഭരണ മേഖലയിലായിക്കോട്ടെ, വസ്ത്രമേഖലയിലായിക്കോട്ടെ, അതുപോലെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിലായിക്കോട്ടെ, 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ സംബന്ധമായിട്ടുള്ള മേഖലയിലായിക്കോട്ടെ, അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിലായിക്കോട്ടെ, സ്വന്തം തൊഴിൽ ചെയ്യുന്നതിലായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നതിലായിക്കോട്ടെ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽപ്പെട്ടിരിക്കുന്നവർക്കും സിനിമാ സംബന്ധമായിട്ടുള്ളവർക്ക് ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ 10-ാം ഭാവത്തിൽ വരുമ്പോൾ എന്താ വെച്ച് പറഞ്ഞാൽ കർമ്മസ്ഥാനത്തിലേക്ക് ശനി വരുമ്പോൾ കണ്ടകശനിയാണ്. കണ്ടകശനി പല വിധത്തിലുണ്ട്. ലഗ്നത്തിൽ വരുന്ന സമയത്തുണ്ട്, 4-ാം ഭാവത്തിൽ വരുമ്പോൾ സമയത്തുണ്ട്, 7-ാം ഭാവത്തിൽ വരുന്ന സമയത്തുണ്ട്, 10-ാം ഭാവത്തിൽ. ഇപ്പോൾ 10-ാം ഭാവത്തിലാണ്, കർമ്മസ്ഥാനത്തിലാണ് പറയുമ്പോൾ കർമ്മത്തിനാണ് ദോഷമുള്ളത്. നമ്മൾ ചെയ്ത ഓരോരോ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊണ്ടുവരും എന്നാണ് പറയുന്നത്. പുറത്ത് കൊണ്ടുവച്ച് പറഞ്ഞാൽ പബ്ലിക്കിൽ വരും. അത് മാനഹാനികളും ഉണ്ടാക്കും. ചിലവർക്ക് മാനഹാനി സഹിക്കാൻ പറ്റാതെ ചിലപ്പോൾ അവരെന്തെങ്കിലും ചെയ്തു എന്ന് അടക്കം വരും എന്നുള്ളതും പറയാം. മാനഹാനി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിഹാര കർമ്മങ്ങൾ ചെയ്താലേ അതിന് ശമനം കിട്ടുകയുള്ളൂ. കാരണം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വരേണ്ട സമയമായി എന്നുള്ള പറയുന്നത്.
രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ ശരി, അതുപോലെ തന്നെ ഗവൺമെൻറ് ജീവനക്കാർക്കാണെങ്കിൽ ശരി, റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ശരി, റവന്യൂ സംബന്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്നവരാണ് ശരി, ഭൂമി സംബന്ധമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്നവരും ശരി, ഗവൺമെൻറ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും ശരി, ബാങ്ക് ഇടപാടുകളിൽ ഉള്ളവരായാലും ശരി, തട്ടിപ്പിനിരയായാലും ശരി, വ്യാജ സംബന്ധമായിട്ടുള്ളവരും ശരി, കള്ളന്മാരാണെങ്കിലും ശരി, കക്കുന്നവരാണെങ്കിലും ശരി, നുണ പറയുന്നവരാണെങ്കിലും ശരി, അതെല്ലാം പുറത്തു കൊണ്ടുവരും എന്നുള്ള പറയണം. പുറത്തേക്ക് വരും. അത് പുറത്ത് വന്ന് അത് വഷളാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു തൊഴിലും ആരംഭിക്കാതിരിക്കുക, ഉള്ള തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് സിനിമാ മേഖലയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ച് വളരെ ദോഷകരമായിട്ടുള്ള സമയമാണ്. കർമ്മമേഖല ദശാകാലം നല്ലതാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. മകീര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഔട്ടം ചൊവ്വാദശയില ജനനം, 18 വർഷം രാഹു, അത് കഴിഞ്ഞാൽ വ്യാഴമായിരിക്കും. വ്യാഴം 36 വയസ്സ് വരെയും ഉണ്ടാവും. 36 വയസ്സ് വരെയുള്ള വ്യാഴം നല്ല വ്യാഴനാണെങ്കിൽ അധികം കാര്യമായിട്ട് ബാധിക്കില്ല. അത് കഴിഞ്ഞാൽ വരുന്നത് ശനിയാണ്. ശനി വന്നിട്ട് 19 കൊല്ലമാണ്. ശനി ദിവസം മോശമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും. തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുകയാണെങ്കിൽ രാഹു ദശയിലാണ് ജനനം. രാഹു ഏകദേശം ഒരു 7 വർഷം അല്ലെങ്കിൽ 10 വർഷം, 7 വർഷം തന്നെ കണക്കാക്കാം. 7 വർഷം കണക്കാക്കിയിട്ട് വ്യാഴം 16 കൊല്ലമാണ്. 23 വയസ്സായതിനു ശേഷം ശനിയുടെ ദശയായിരിക്കും. ശനി നല്ലതാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ദോഷമാണെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. ശനി കഴിഞ്ഞാൽ പിന്നെ ബുധനാണുള്ളത്. ബുധദശയാണ്. ബുധൻ നല്ലതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകും എന്നുള്ളത് പറയാം. അതുപോലെ പുണർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴദശയിലാണ് ജനനം. 16 കൊല്ലമാണ് വ്യാഴം. അതിലത്തെ 8 കൊല്ലം കണക്കാക്കുകയാണെങ്കിൽ 19 കൊല്ലം ശനിയാണ് അടുത്തത്. 19, 6, 20, 19, 7, 19, 8, 27 വയസ്സ് വരെയുള്ള ശനി ദശാകാലം ദോഷമാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞാൽ ബുധനാണ് വരുന്നത്. ബുധദശ നല്ലതാണെങ്കിൽ ഗുണകരമായിട്ട് ഉണ്ടാവും, വലിയ ദോഷം സംഭവിക്കില്ല. അത് കഴിഞ്ഞാൽ കേതുവാണ്. കേതു എന്തായാലും കേട് വരുത്തുന്നതാണ് പറയുന്നത്. കേതു ദശയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുഭവങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുള്ള യാതൊരു സംശയമില്ല. രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ പല അഴിമതികളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. കേസ് വഴക്കുകളും മറ്റുള്ള എല്ലാം വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതും 10ാം ഭാവത്തിൽ ലഗ്നത്തിൽ മിഥുന രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിയമകാരകനായിട്ടുള്ള കാരകനും സേനാധിപത്യം വഹിക്കുന്ന കാരകനുമായിട്ടുള്ള ചൊവ്വയാണ് ആ സ്ഥലത്തുള്ളത്. ആ സമയത്ത്, അതായത് രാശി മാറ്റ സമയത്ത് ചൊവ്വയാണുള്ളത്. അത് കാരണമായിട്ട് വളരെ സൂക്ഷിക്കണം. വൻകിട ഹോമാദി കർമ്മങ്ങളെല്ലാം ചിലപ്പോൾ വീട്ടിൽ വെച്ച് നടത്തേണ്ടി വരും. അല്ലാത്തവർ ശരണം പ്രാപിക്കുന്നത് അമ്പലത്തിൽ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ശനി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുക. ശാസ്താക്ഷേത്രം സന്ദർശിക്കുക. നീരാഞ്ജനം വഴിപാട് നടത്തുക. മാസത്തിൽ ഒരു എള്ള് പായസം നീരാഞ്ജനം നടത്തുക. എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജന വഴിപാട് നടത്തുക. ശനി സ്തോത്രങ്ങൾ ചൊല്ലുക എന്നുള്ളതൊക്കെ, ശാസ്ത്രം ചൊല്ലുക എന്നുള്ളതൊക്കെയാണ് പരിഹാരമായിട്ട് പറയാനുള്ളത്. മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കയ്യബദ്ധങ്ങളും മറ്റുള്ളതൊക്കെ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. നഴ്സുമാർക്ക് തൊട്ടിട്ടും ഓപ്പറേഷൻ, വൻകിട ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് അടക്കം ഉണ്ട്. അത് ഏത് മേഖലയിലാണ് ശരി, കാർഡിയോളജിസ്റ്റാണ് ശരി, യൂറോളജിസ്റ്റാണ് ശരി, നെഫ്രോളജിസ്റ്റാണ് ശരി, നേത്ര സംബന്ധമായിട്ടുള്ളതാണ് ശരി, ഓർത്തോ ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള ശരി, ഏത് വകയിലും ആയിക്കോട്ടെ അവർക്കെല്ലാം താളപ്പിഴകൾ പറ്റുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. കർമ്മമേഖലയാണ്. കർമ്മമേഖലയിൽ ഭംഗം വരുന്ന പറയുന്നത്. കർമ്മസ്ഥാനത്ത് ഭംഗം ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റിപ്പോവും എന്നാണ് പറയുന്നത്. അതുപോലെ എഴുത്ത് പരീക്ഷകൾ, അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അവനവൻ അറിയാതെ തന്നെ പണം മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ കൊടുക്കേണ്ട മറ്റൊരാൾക്ക് ചിലപ്പോൾ കൊടുത്തുനിന്ന് വരും. ഗൂഗിൾ പേ എല്ലാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരാൾക്ക് അയക്കേണ്ടത് വേറൊരാൾക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അതെല്ലാം സൂക്ഷിക്കേണ്ടി വരും. അങ്ങനെയുള്ള മേഖലകളിലെല്ലാം പ്രവർത്തന മേഖലയുണ്ട്. 2 വീലർ തൊട്ട് വലിയ വിമാനം വരയ്ക്കുമ്പോഴുള്ള പ്രവർത്തനം ചെയ്യുന്നവർക്കെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിൽപ്പെട്ടിട്ടുള്ള കാരകത്തുള്ള ഗ്രഹമാണ് ശനി. അത് സംബന്ധമായിട്ട് തന്നെ ഈ മെക്കാനിക്കൽ സംബന്ധം എന്നിട്ട് ഹൈടെക് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽപ്പെട്ടാണ് മോട്ടോർ സംവിധാനത്തിലൂടെയാണ് സകലതും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അറിയാലോ. ആ കാരണം കൊണ്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖല,
ശാസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖല, ഗവേഷണ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം തെറ്റുപറ്റുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പരിഹാരമായി ഞാൻ നേരത്തെ പറഞ്ഞമാതിരിയുള്ള പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്തു വരേണ്ടത്. ആ പരിഹാരം ചെയ്തു വരികയാണെങ്കിൽ ശമനം കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. 2 വർഷം 4 മാസം നീങ്ങിപ്പോകാൻ കുറച്ച് സമയം പിടിക്കും എന്നുള്ളത് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഈ മിഥുന രാശിക്കാർ വളരെ ശ്രദ്ധാപൂർവം ഭയവും വേണം, ഭക്തിയും വേണം, പേടി വേണമെന്നാണ് പറയുന്നത്. പേടിയില്ലെങ്കിൽ വരുമ്പോലെ കാണാമെന്നൊക്കെ കൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ കാര്യം പോക്കായിരിക്കും. ദൈവാനുഗ്രഹമില്ല, ദൈവമില്ല, അതൊക്കെ വെറും വേസ്റ്റാണ് എന്ന് വിചാരിക്കണം, തെറ്റാണ്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. നമ്മളെന്ത് പരിഹാരം ചെയ്താലും ചിലപ്പോൾ അതിന് സമയം കിട്ടി എന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ സമയം കിട്ടുന്നുണ്ടാവും, പക്ഷേ എന്തായാലും അതിൻ്റെ ദോഷം കമ്മിയായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നു 50,000 ചിലവാകേണ്ട അവിടെ ചിലപ്പോൾ 25,000 ചിലവാകുള്ളൂ. പക്ഷേ 25,000 ചിലവായില്ല, എന്നാലും ആസ്പത്രി കിടക്കേണ്ടി വന്നില്ലേ ഇത്രയും പരിഹാരം ചെയ്തിട്ട് എന്ന് വിചാരിക്കും. അവിടെയാണ് തെറ്റുപറ്റുന്നത്. അങ്ങനെ അതിൻ്റെ കുറവുണ്ടാവും. പക്ഷേ അത് അജ്ഞാതമാണ്. അജ്ഞാതം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തതയല്ല. ദൈവത്തിന് നമ്മൾ കണ്ടവരുണ്ടോ? ജ്യോതിഷ ശാസ്ത്ര മേഖലകളിൽ ഒരുപാട് മേഖലകളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. പരിഹാരങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. ചിലവർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. ചിലർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. ദൈവത്തിനെ പോലും വിശ്വാസമില്ലാത്തവർ കുറേ ഉണ്ടാവും. അവരെന്തൊക്കെ പ്രാന്തൊക്കെ നിലവിളിച്ച് പറയും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. നമ്മൾ സാധനമായിട്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മിഥുന രാശിക്കാർക്ക് കണ്ടകശനിയിൽ നിന്നും ശമനം നേടി കഴിഞ്ഞ് പോകാം എന്നാണ് പറയുന്നത്. അതുവരെയ്ക്കും ക്ഷമയോടും ഭയഭക്തിയോടും കൂടിയിട്ടും പ്രവർത്തന മേഖലയിൽ ഇരിക്കുക എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ജോലിയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാര്യം വഷളാവും എന്നാണ് പറയുന്നത്. സേനാധിപത്യം വഹിക്കുന്ന ജവാന്മാർക്കും മറ്റുള്ളവർക്കെല്ലാം ആപത്തുകളും മറ്റുള്ള കാര്യങ്ങളും വരാനുള്ള സാധ്യതകളും, കമ്പ്യൂട്ടർ ശൃംഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ബുദ്ധിശക്തിക്ക് സ്വാധീനം കുറയുമെന്ന് പറയുന്നത്. സ്വാധീനം കുറയും, ബുദ്ധിശക്തിൻ്റെ സ്വാധീനം കാര്യം മെമ്മറി പവർ കുറയും. അത് കാരണം തൊഴിലിൽ കോട്ടം സംഭവിക്കും പറഞ്ഞാൽ തെറ്റ് സംഭവിക്കും എന്ന് പറയുന്നത്. അത് കാരണം സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്ത് പ്രവർത്തിച്ച് പോവുക തന്നെ വലിയ കുഴപ്പമില്ലാതെ പോകാം. നമസ്കാരം.